കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഈ ഒരു ആക്ഷേപവും വിമർശനവും? മുസ്ലിം ലീഗിന് അവരുടെ കേന്ദ്രങ്ങളിൽ ആ സ്വാധീനം ഉറപ്പിക്കാൻ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ കോൺഗ്രസിന് ഇത് നല്ല കച്ചവടമാണോ? കച്ചവടമില്ല, അങ്ങനെ ഒരു കച്ചവടമില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും CPM നേതൃത്വം കൊടുത്തുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ നിന്ന് മാറിയാൽ BJP തെരഞ്ഞെടുപ്പ് സമയത്തും ഒരു സ്ട്രാറ്റജിയാണ്. ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആക്രമിക്കപ്പെട്ടല്ലോ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേകിച്ച് മലയാളി കന്യാസ്ത്രീകളും വൈദികരും ആക്രമിക്കപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന അഭിപ്രായം പറയില്ല. ഈ രാജ്യത്തെ ഏത് AICയുടെ ഏത് നേതാവാണ് ആ വിഷയത്തിനകത്ത് പ്രതികരിച്ചത്? കേരളത്തിലൊരു നിലപാട്, അവിടെ ഉത്തരേന്ത്യയിൽ പോയ വേറെ നിലപാട്. എന്താ കാര്യം അറിയോ? നിങ്ങൾ അവിടെ BJP ആണ്, BJP ആയിട്ട് സഖ്യം, വർഗീയതയുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഈ ചർച്ച ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം ഉയർന്നു വന്ന ഏറ്റവും അവസാനം വന്ന ഈ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒപ്പം കോർപ്പറേഷനിൽ നിങ്ങളുമായിട്ടല്ല LDF UDF മത്സരമാണ് എന്ന വിലയിരുത്തൽ അവർ പറഞ്ഞതിനെ കുറിച്ച് കൂടി എന്തു പറയുന്നു? തീർച്ചയായും ഈ രണ്ട് മുന്നണികളും കോർപ്പറേഷനിലടക്കം ഈ മതഭീകരവാദ സംഘടനകളുമായി സഖ്യമുണ്ട്. കൊക്കാലയിൽ പരസ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDPIയും പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള പറവട്ടാനിയിൽ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ്. പരസ്യമായിട്ട് രണ്ട് മുന്നണികളുമായിട്ട് സന്ധി ചെയ്യുകയാണ് ഈ കോർപ്പറേഷനകത്ത്. അത് കേരളത്തിലെ ഒരു പൊതുസ്ഥിതിയാണ്. SDPക്ക് സ്ഥാനാർത്ഥിയെ ഇല്ല ഇവിടെ. അല്ലല്ല, ഞാൻ പറയുന്നത് കളവാണെന്ന് അവര് പറയുന്നു. പിന്നെ രണ്ടാമത്തെ BJP കളത്തിലുണ്ടോ? ഞാൻ പറയുന്നു, BJP കളത്തിലുണ്ടോ എന്ന് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന 13-ാം തീയതി നിങ്ങൾക്കറിയാം. അപ്പൊ കളത്തിലുണ്ടാകുന്ന കളത്തിൽ മാത്രമല്ല, തൃശൂർ കോർപ്പറേഷന്റെ ഭരണം BJP തവണ പിടിക്കും. ഞങ്ങളും LDFും തമ്മിൽ മത്സരം. ഒരു സംശയം വേണ്ട, എടുത്തിരിക്കും. അതെ, നോക്കൂ, ഈ BJP ഞാനേ ഇവിടെ ചർച്ചയിലൊക്കെ ഉണ്ട്. BJPക്കാർ പറയുന്ന കാപട്യം നോക്ക്, കളവ് നോക്കൂ, ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റി ഞാൻ നോക്കൂ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ പറഞ്ഞ ആളുകളായിട്ട് സഖ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. കാര്യം നോക്കി പരസ്യമായിട്ട് പറയോ? ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPയുടെയും വോട്ട് വേണ്ടത് പറയാൻ പറ്റുമോ? വേണ്ട, പരസ്യമായിട്ട് ഈ പറഞ്ഞ പറയട്ടെ. ആളുകളുടെ വോട്ടൊന്നും വേണ്ട, വോട്ടൊന്നും വേണ്ട. ഒരു വർഗീയവാദികളുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്നതാ ഞങ്ങളുടെ നിലപാട്. അതിനെന്താ സംശയം? എന്താ സംശയം? ശരി, ഞങ്ങൾ എത്ര പറയും. അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമാനത്തോടെയാണ് നേരിടുന്നത്. ഞങ്ങളെ കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. ഈ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചു. ഈ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം. 2000 രൂപ പെൻഷനാക്കിയത്, സ്ത്രീ സുരക്ഷ പെൻഷൻ 1000 രൂപ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, യുവജനങ്ങൾക്ക് 1000 രൂപയുടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ഈ നാടിനകത്ത് ലോകത്തെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖല ഈ കേരളത്തെയാക്കി മാറ്റിയത്, ഈ രാജ്യത്തെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല ഈ കേരളത്തിനാക്കിയത്. BJPക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? BJPക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് പട്ടിണി ഏറ്റവും കൂടുതലുള്ള ഒന്ന് നോക്കൂ. ഒരു കാര്യം മാത്രം, ഒരു ലോജിക് ആയിട്ടുള്ള ഒരു ചോദ്യം. സുഹൃത്തെ, ഒരു മിനിറ്റ്, നിങ്ങൾ തന്ന ഫണ്ടാണെങ്കിൽ ഈ രാജ്യത്ത് നോക്കൂ, ഒരു കാര്യം ചോദിക്കട്ടെ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് പട്ടിണി മാറ്റാൻ കൂട്ടത്തോടെ മാറ്റുന്നു? വോട്ടെണ്ണി കഴിയുമ്പോൾ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരുണ്ടാകുന്നു, ഭൂരിപക്ഷം ഉണ്ടാകുന്നു.